ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രൂത്ത് ടേബിളാണ്. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഈ കൺസെപ്റ്റുകൾ പലപ്പോഴും ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മളുടെ COAക്കകത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഈ കൺസെപ്റ്റുകളൊക്കെ പറയുന്നുണ്ട്. സോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആസ് എൻ ഇൻട്രൊഡക്ഷൻ, ഫസ്റ്റ് എന്താണ്? ദ ട്രൂത്ത് വാല്യൂ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ആസ് ട്രൂ ഓർ ഫാൾസ് വിച്ച് ഡിനോട്ടഡ് ബൈ T or F. അതായത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ പറയുമ്പോൾ നമുക്കതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. ഒന്ന്, അത് ട്രൂ ആവാം, അല്ലെങ്കിൽ ഫാൾസ് ആവാം. ട്രൂ ആണെങ്കിൽ നമ്മളതിന് ക്യാപിറ്റൽ T എന്ന് പറയാം, ഫാൾസ് ആണെങ്കിൽ ക്യാപിറ്റൽ F എന്ന് പറയാം. എ ട്രൂത്ത് ടേബിൾ ഈസ് എ ലിസ്റ്റിംഗ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് ട്രൂ ഓർ ഫാൾസ് അലോങ് വിത്ത് ദ റിസൾട്ടിംഗ് ട്രൂത്ത് വാല്യൂ ഓഫ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ചിലപ്പോൾ 2 മാർക്കിനോ 1 മാർക്കിനോ ഒക്കെ ചോദിക്കും കേട്ടോ. ചിലപ്പോൾ എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷേ 2 മാർക്കിനോ 1 മാർക്കിനൊക്കെ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എല്ലാ പോസിബിളായിട്ടുള്ള കോമ്പിനേഷൻസും എടുക്കുക, അത് ലിസ്റ്റ് ചെയ്യുക. അതായത് ട്രൂ ആവാം, ഫാൾസ് ആവാം, ട്രൂവിനെയും ഫാൾസിനെയും പല കോമ്പിനേഷൻസ് ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് ലിസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അത്തരം ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് അതിൻ്റെ കോമ്പിനേഷൻസ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടിങ് ട്രൂത്ത് വാല്യൂ കൂടെ ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. നമുക്കിവിടെ ഫിഗേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം, ഞാൻ പറയാം. ട്രൂത്ത് ടേബിൾസ് ആർ ആൻ എയ്ഡ് ഇൻ ഡിസ്റ്റിങ്വിഷിങ് വാലിഡ് ആൻഡ് ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്സ്. നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് വാലിഡ് ആർഗ്യുമെൻറ്റ്സിനെയും ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്സിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. കൺജങ്ഷൻ ഉണ്ട്, ഡിസ്ജങ്ഷൻ ഉണ്ട്, നെഗേഷൻ ഉണ്ട്, ലോജിക്കൽ ഇക്വലൻസ് ഉണ്ട്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോയിനിങ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ആൻഡ് ഫോംസ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട് ആൻഡ് ഉണ്ടാക്കും, ആൻഡ് ഫോം ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനാണ് കൺജങ്ഷൻ എന്ന് പറയുക. P and Q, താഴെ കണ്ടോ? P and Q read as P and Q. The truth value is determined by the possible values of its substatements. ഇതിൻ്റെ എങ്ങനെയാണ് ഇത്തരം കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ട്രൂത്ത് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്? ആ സബ് സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് പിയും ക്യൂ ഒക്കെ, അതിനൊക്കെ ഉള്ള പോസിബിൾ ആയിട്ടുള്ള വാല്യൂസൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യും. അത് വെച്ചിട്ടാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ടു ഡിറ്റർമിൻ ദ ട്രൂത്ത് വാല്യൂ ഓഫ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വി ക്രിയേറ്റ് എ ട്രൂത്ത് ടേബിൾ. നോക്കാം ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ്. ഇതാണ് കൺജങ്ഷൻ്റെ എക്സാമ്പിൾ. അതായത് പിക്കും ക്യൂക്കും പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഒക്കെ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തു. ട്രൂ ട്രൂ, ട്രൂ ഫാൾസ്, ഫാൾസ് ട്രൂ, ഫാൾസ് ഫാൾസ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരിക എന്ന് നോക്കാം. ട്രൂവും ടിയും ആണെങ്കിൽ ടി ആണ്, ടിയും എഫ് ആണെങ്കിൽ എഫ് ആണ്, എഫും ടി ആണെങ്കിൽ എഫ് ആണ്, എഫും എഫ് ആണെങ്കിൽ എഫ് ആണ്. അതായത് രണ്ടും ടി വരുമ്പോൾ മാത്രമേ ടി വരുള്ളൂ, ബാക്കി എല്ലാ കേസിലും അത് എഫ് ആണ്. അപ്പോൾ പലർക്കും ഇതൊക്കെ അറിയായിരിക്കും, പക്ഷേ കൺഫ്യൂഷൻസ് ഉള്ളവരുണ്ടാവാം. അത്തരക്കാർ ഇപ്പോഴേ ശ്രദ്ധിച്ച് പോവുക, പിന്നീട് കൺഫ്യൂഷൻ വരാതെ ഇപ്പോഴേ നോട്ട് ചെയ്ത് പോകുക. പി ആൻഡ് ക്യൂ ആകുമ്പോൾ രണ്ടും ടി ആണെങ്കിൽ മാത്രമേ ടി ആവുള്ളൂ, ബാക്കിയൊക്കെ എഫ് ആട്ടോ. ഡിസ്ട്രക്ഷൻ്റെ കേസ് വരുമ്പോൾ നോക്കാം. ജോയിനിങ് ടു സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ഓർ ഫോംസ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കോൾഡ് ഡിസ്ട്രക്ഷൻ. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ജോയിൻ ചെയ്ത് ഓർ ഫോം ചെയ്തു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പ്യുർ ക്യൂ ഈസ് റീഡ് ആസ് പ്യുർ ക്യൂ. ദ ട്രൂത്ത് വാല്യൂ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ഇറ്റ്സ് സബ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസൊക്കെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ടു ഡിറ്റർമിൻ ദ ട്രൂത്ത് വാല്യൂ ഓഫ് എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വി ക്രിയേറ്റ് എ ട്രൂത്ത് ടേബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂത്ത് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൂത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. ഡിസ്ട്രക്ഷൻ്റെ ട്രൂത്ത് ടേബിളാണ്. ടിയും ആണെങ്കിൽ ടി ആണ്, ടിയും എഫ് ആണെങ്കിലും ടി ആണ്, എഫും ടി ആണെങ്കിലും ടി ആണ്, എഫ് ആണെങ്കിൽ മാത്രമാണ് ഫാൾസ്. പി ആൻഡ് ക്യൂൻ്റെ കേസ് വന്നപ്പോൾ രണ്ടും ടി ആണെങ്കിലേ ടി ആവുള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, രണ്ടും എഫ് ആണെങ്കിലേ എഫ് ആവുള്ളൂ, ബാക്കി എല്ലാ കേസിലും ടി ആണ്. ദെൻ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ടൈപ്പ് ഇക്വേഷൻ ഹിയർ പി റീഡ് ആസ് നോട്ട് പി. ഇവിടെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് വരുന്ന വാല്യൂ, ഇപ്പോൾ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫാൾസ്, ഫാൾസ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ട്രൂ, എന്താണോ വാല്യൂ ആണ് അവിടെ വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നെഗേഷനിൽ നടക്കുക. അതാണ് നോട്ട് പി എന്ന് മീൻ ചെയ്ത്. ഇവിടെ ഒരു സിമ്പിൾ കാണുന്നില്ലേ? ഈ സിമ്പിൾ യൂസ് ചെയ്യാം. നെഗേഷൻ റിവേഴ്സ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് എനി സ്റ്റേറ്റ്മെൻറ്റ്. ഏത് സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലും അതിൻ്റെ ട്രൂത്ത് വാല്യൂൻ്റെ റിവേഴ്സാണ് നെഗേഷൻ എന്ന് പറയുന്നത്. ഇതവിടെ ചെറിയൊരു എക്സാമ്പിളാണ്. നെഗേഷൻ ട്രൂത്ത് ടേബിൾ ടി ആണെങ്കിൽ ഫാൾസ് ആണ്, ഫാൾസ് ആണെങ്കിൽ ടി ആണ്. ദെൻ ട്രൂത്ത് ടേബിൾ ഫോർ നെഗേഷൻ പി, നോട്ട് പി. റീകോൾ ദാറ്റ് നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദ ഡീനിയൽ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണോ അതാണ്. ഇഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഈസ് ട്രൂ ദെൻ നെഗേഷൻ ഓഫ് പി ദാറ്റ് ഈസ് നോട്ട് പി ഈസ് ഫാൾസ്.
പി ട്രൂ ആണെങ്കിൽ നോട്ട് പി ഫാൾസ് ആണ്. ദ സ്റ്റേറ്റ്മെൻറ്റ് പി ഈസ് ഫാൾസ് ദെൻ നോട്ട് പി ഈസ് ട്രൂ. നോട്ട് ദാറ്റ് സിൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ് പി കുഡ് ബി ട്രൂ ഓർ ഫാൾസ് വി ഹാവ് 2 rows ഇൻ ദ ട്രൂത്ത് ടേബിൾ. അതായത് നമുക്ക് ഇതിനകത്ത് ക്യൂ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പി എ ഉള്ളൂ. അപ്പോൾ പി ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളൊരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 rows മാത്രം മതി ഈ നോട്ട് പി ചെയ്യാൻ, നെഗേഷൻ ചെയ്യാൻ. ദെൻ ലോജിക്കൽ ഇക്വലൻസ്. 2 proportions P and Q are said to be logically equivalent or simply equivalent or equal when they have identical truth tables. അതായത് പി ഉണ്ട് കണ്ടോ, പിക്കകത്ത് കുറേ വാല്യൂസ് ഉണ്ട്, പി ക്യു ആർ എസ് ടി ആണ് കുറേ ഉണ്ട്. അതേപോലെ ക്യൂ ഉണ്ട്, അതിനകത്ത് പി ക്യു ആർ എസ് ടി ആണ്, അതിനകത്തും കുറേ ഉണ്ട്. അപ്പോൾ ഇതും എന്താവണം, ലോജിക്കലി ഈക്വലൻ്റ് ആണോ അല്ലെങ്കിൽ സിംപ്ലി ഈക്വലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ലോജിക്കൽ ഇക്വലൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ലോജിക്കലി ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോട്ട് പി ആൻഡ് ക്യൂ ലോജിക്കലി ഈക്വലൻ്റ് ടു നോട്ട് പി ഓർ നോട്ട് ക്യൂ. അതായത് ഡി മോർഗൻസ് ലോയോ അങ്ങനത്തെ ഒരു ലോ ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ബൂളിയൻ ആൾജിബ്രയിലും കുറച്ച് ലോസ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ സിലബസിൽ അങ്ങനെ പ്രത്യേകം പറയുന്നൊന്നുമില്ല, ഇൻട്രൊഡക്ഷനെ പറയുന്നുള്ളൂ. പക്ഷേ ഞാൻ നോക്കട്ടെ, അതും കൂടെ കവർ ചെയ്താൽ കുറച്ചും കൂടെ ആയല്ലോ. നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്നാൽ ഇത് രണ്ടും ലോജിക്കലി ഈക്വലൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചതാണ്. ഇത് ലോജിക്കൽ ഇക്വലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ കണ്ടില്ല, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു, ആദ്യം നമ്മൾ പിൻ്റെ ലിസ്റ്റ് ചെയ്തു, പിന്നെ ക്യൂൻ്റെ ലിസ്റ്റ് ചെയ്തു, then പി ആൻഡ് ക്യൂ ചെയ്തു. പി ആൻഡ് ക്യൂൻ്റെ പ്രത്യേകത എന്താണ്, രണ്ടും ടി ആണെങ്കിൽ മാത്രമേ ടി ഉള്ളൂ, ബാക്കിയൊക്കെ ഫാൾസ് ആണ്. എന്നിട്ട് പി ആൻഡ് ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നോട്ട് പി ആൻഡ് ക്യൂ ആക്കി മാറ്റുക. അതായത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നെഗേഷൻ എടുക്കുക. അപ്പോൾ ഇതെന്തായി, ട്രൂ ഉള്ള ഫാൾസായി, എഫ് ഉള്ള ടി ആയി, എഫ് ഉള്ള ടി ആയി, എഫ് ഉള്ള ടി ആയി. അപ്പോൾ എഫ് ടി 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 എന്ന് വന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് നേരത്തെ കണ്ട മറ്റേ കേസ് നോക്കാം. പി ക്യൂ നോട്ട് പി നോട്ട് ക്യൂ നോട്ട് പി ഓർ ക്യൂ. പിയും ക്യൂ കൊടുത്തു. അപ്പോൾ നോട്ട് പി ആണെങ്കിൽ എന്താണ്, ടി ആണ്, എഫ് ആണ്, ടി എഫ് ആയി, എഫ് ടി ആയി, എഫ് ടി ആയി. ക്യൂ എന്നുള്ളത് നോട്ട് ക്യൂ ആയി, ടി എഫ് ആയി, എഫ് ടി ആയി, ടി എഫ് ആയി, എഫ് ടി ആയി. അതായത് എന്താണോ പിയിലുള്ളത് അത് ഓപ്പോസിറ്റ് വരും നെഗേഷൻ പിയിൽ, എന്താണോ ക്യൂവിലുള്ളത് അത് നേരെ ഓപ്പോസിറ്റ് വരും നോട്ട് ക്യൂ. ഇനി നമ്മൾ നോട്ട് പി ഓർ നോട്ട് ക്യൂ എന്താണെന്ന് നോക്കാം. അതായത് ഇതും ഓർ ചെയ്യാണ്. എഫും എഫ് ഓർ ഇതെന്താണ്, എഫ് ആണ്. എഫും ടിയും ഓർ ചെയ്ത ടി ആണ്, ടിയും എഫും ഓർ ചെയ്ത എന്താണ്, ടി ആണ്. ടിയും ഓർ ചെയ്ത എന്താണ്, ടി ആണ്. അതായത് ഓറാണ് ഇവിടെ ചെയ്യുന്നത്. സോ ഫൈനൽ റിസൾട്ട് എന്താണ്, എഫ് ടി 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 വന്നു, എഫ് ടി 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 വന്നു. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ലോജിക്കലി ഈക്വലൻ്റ് ആണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നോട്ടിൽ എഴുതി വെക്കണം, കാരണം ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയണം. Then truth table for P or Q. Recall the conjunction is the joining of two statements with the word and. അതായത് ആൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിനെ ജോയിൻ ചെയ്ത് കൺജങ്ഷൻ ആക്കി മാറ്റുന്നത്. ദ നമ്പർ ഓഫ് റോസ് ഇൻ ദ ട്രൂത്ത് ടേബിൾ ഈസ് 4. 4 റോസാണ് ഉണ്ടായിരിക്കുക. പിക്ക് 2 വാല്യൂസ്, ക്യൂക്ക് 2 വാല്യൂസ്. ഫോർ പി ആൻഡ് ക്യൂ ടു ബി ട്രൂ ദെൻ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് പി ആൻഡ് ക്യൂ മസ്റ്റ് ബി ട്രൂ. പി ആൻഡ് ക്യൂ എപ്പോഴാണ് ട്രൂ ആവുന്നത്, 2 വാല്യൂസും അതായത് പിൻ്റെയും ക്യൂവിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണെങ്കിൽ മാത്രമേ പി ആൻഡ് ക്യൂ ട്രൂ ആവുള്ളൂ. If either statement or if both statements are false, then the conjunction is false. 2 സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെങ്കിൽ കൺജങ്ഷൻ ഫാൾസ് ആയിരിക്കും. നമ്മൾ മുന്നേ പറഞ്ഞത് ടിയും ആണെങ്കിൽ ടി ആവുള്ളൂ, ബാക്കിയെല്ലാം എഫ് ആയിരിക്കും. ദെൻ ട്രൂത്ത് ടേബിൾ ഫോർ പി ഓർ ക്യൂ. റീകോൾ ദാറ്റ് ഡിസ്റ്റിങ്ഷൻ ഈസ് ജോയിനിങ് ഓഫ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് വേർഡ് ഓർ യൂസ് ചെയ്തിട്ടാണ് 2 ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. The number of rows in this table will be 4 since we have 2 statements and they can take on the 2 values true or false. ഇതിനകത്തും 4 റോസ് ഉണ്ടായിരിക്കുക, 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. വി ഹാവ് അതായത് പിക്കും ട്രൂവും ഫാൾസും ഉണ്ട്, ക്യൂക്കും ട്രൂവും ഫാൾസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എടുക്കുമ്പോൾ 4 റോസാണ് ഉണ്ടാവുക. ഫോർ എ ഡിസ്റ്റിങ്ഷൻ ടു ബി ട്രൂ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ട്രൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഇതും ഡിസ്റ്റിങ്ഷൻ ട്രൂ ആവും. എ ഡിസ്റ്റിങ്ഷൻ ഈസ് ഓൺലി ഫാൾസ് ഇഫ് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫാൾസ്. ഇതെപ്പോഴാണ് ഫാൾസ് ആവുന്നത്, 2 സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആകുമ്പോൾ മാത്രമേ ഇത് ഫാൾസ് ആവുള്ളൂ. ഇതൊക്കെ ടി ആണ്, ടിയും ഫാൾസും വന്നാലും ടി ആണ്, എഫും ടിയും വന്നാലും ടി ആണ്, എഫും വന്നാൽ മാത്രമേ ഇത് ഫാൾസ് ആവുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ദെൻ ട്രൂത്ത് ടേബിൾ ഫോർ പി ദെൻ ക്യൂ. അതായത് ഇതാണ് കണ്ടീഷനിലൊക്കെ വരികയാണെങ്കിൽ, കണ്ടീഷൻസൊക്കെ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. റീകോൾ ദ കണ്ടീഷണൽ ഇഫ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഫോം ഇഫ് പി ദെൻ ക്യൂ. ഇതിനകത്തുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇഫ് പി ഇങ്ങനെയാണെങ്കിൽ ദെൻ ക്യൂ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പി ഇങ്ങനെയാണെങ്കിൽ ദെൻ ക്യൂ ഇങ്ങനെയാവാം എന്ന് പറയാം. അപ്പോൾ അതിനുള്ള പല പോസിബിലിറ്റീസാണ് നമ്മൾ പറയുന്നത്. സോ എന്തൊക്കെയാണ് പോസിബിലിറ്റീസ്,
തിങ്ക് ഓഫ് എ കണ്ടീഷൻ ആസ് എ പ്രോമിസ്. ഒരു പ്രോമിസായി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇഫ് ഐ ഡോണ്ട് കീപ് മൈ പ്രോമിസ്, ഇൻ അതർ വേർഡ്സ് ക്യൂ ഈസ് ഫാൾസ്, ദെൻ ദ കണ്ടീഷൻ ഈസ് ഫാൾസ്, ദ പ്രോമിസ് ഈസ് ട്രൂ. ഇഫ് ഐ കീപ് മൈ പ്രോമിസ്, ദാറ്റ് ഈസ് ക്യൂ ഈസ് ട്രൂ, ആൻഡ് ദ പ്രോമിസ് ഈസ് ട്രൂ, ദെൻ the condition is true. When the promise is false, that is P is false, then there was no promise, hence the default condition is true. അതായത് ഇതിനകത്ത് പല രീതിയിൽ നമുക്ക് കണ്ടീഷൻസ് കുറക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നിനക്കൊരു പ്രോമിസ് തരികയാണെങ്കിൽ, ഞാൻ എന്തൊരു കാര്യം പ്രോമിസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയല്ല ഞാൻ പറയാം. ഇപ്പം ഞാൻ ഐ കീപ്പ് മൈ പ്രോമിസ്, ഞാൻ എൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്താൽ എന്ത് ചെയ്യണം, നീ നിൻ്റെ പ്രോമിസും കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നീ എന്തോ എനിക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്യണം. അതായത് ഞാൻ എൻ്റെ പ്രോമിസ്, ഞാൻ എന്തോ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ നീ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം നീയും ചെയ്യണം. ഞാൻ ഏറ്റവും ബേസിക്കൽ എക്സാമ്പിൾ വെച്ച് പറയാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. ഞാനൊരു ചാൻസുകളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ രണ്ടും ടി ആണ്. സോ റിസൾട്ട് ടി. അതായത് ഞാൻ ഇന്ന കണ്ടീഷൻ ചെയ്യും, അപ്പോൾ നീ ഇന്ന റിസൾട്ട് ചെയ്യണം. വേറെ കേസ് വരികയാണ്, ഞാൻ എൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്യും, പക്ഷേ എന്താണ്, ദെൻ നീ നിൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. അങ്ങനത്തെ ഒരു കേസ് വരാം. ഞാൻ പ്രോമിസ് കീപ്പ് ചെയ്ത് കരുതി മറ്റൊരാൾ ചെയ്യണമെന്നില്ല. അത്തരം കേസ് വരുമ്പോൾ അത് ഫാൾസ് ആണ്. കാരണം പ്രോമിസ് കീപ്പ് ചെയ്താലും നടക്കേണ്ട റിസൾട്ട് കിട്ടുന്നില്ല. സോ റിസൾട്ട് ഫാൾസ് ആണ്. പിന്നെ നെക്സ്റ്റ് കേസ്, ഇനി ഞാൻ എൻ്റെ പ്രോമിസ് കീപ്പ് ചെയ്തിട്ടില്ല, പക്ഷേ ഇയാൾ എന്ത് ചെയ്തു, അതിൻ്റെ റിസൾട്ടായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്തു. അതായത് ഇഫ് ഐ ഡോണ്ട് കീപ്പ് മൈ പ്രോമിസ് ബട്ട് യു, ദെൻ യു ഡിഡ് ഇറ്റ് വെൽ. അതായത് ഞാൻ പ്രോമിസ് കീപ്പ് ചെയ്തില്ല, പക്ഷേ ചെയ്യാനുള്ള നീ ചെയ്തു. അങ്ങനെയാണെങ്കിലും റിസൾട്ട് നടക്കാനുള്ള നടന്നല്ലോ, അതുകൊണ്ട് അത് ട്രൂ ആണ്. പിന്നെ ലാസ്റ്റ് കേസ്, ഞാൻ പ്രോമിസും തന്നിട്ടില്ല, നീ അത് ചെയ്തിട്ടില്ല, ദെൻ ട്രൂ. അതായത് അങ്ങനെ സംഭവം ഇല്ലെങ്കിൽ പിന്നെ അവിടെ മിസ്റ്റേക്കൊന്നുമില്ല. സോ ഇറ്റ് ഈസ് ട്രൂ. രണ്ടും ഫാൾസ് ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഡിഫാൾട്ടായിട്ട് ട്രൂവിന് എടുക്കാം. അതാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇത് എക്സാമിന് ചോദിക്കൊന്നുമില്ല, ഇനി വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിലേ ഉള്ളൂ. അതായത് ഞാൻ ഇത് പിയും ട്രൂ ആവുക, ക്യൂവും ട്രൂ ആകുമ്പോൾ ട്രൂ വരും. പി ട്രൂ, ക്യൂ ഫാൾസ് ആയാലും ഫാൾസ് വരും. പിന്നെ പി ഫാൾസും ക്യൂ ട്രൂ ആയാലും ട്രൂ വരും. രണ്ട് ഫാൾസ് ആയാലും ട്രൂ വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ട്രൂത്ത് ടേബിൾ പഠിച്ചു നോക്കാം കേട്ടോ. അതിൽ വൺ വേർഡിന് ട്രൂത്ത് ടേബിൾ ചോദിക്കും. ദെൻ ഈക്വലൻ്റ് എക്സ്പ്രഷൻ, അതായത് എങ്ങനെ പിയും പിക്ക് നോട്ട് പി എടുത്താൽ എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ലെവൽ. അപ്പോൾ എങ്ങനെ അതൊരു ഈക്വലൻ്റ് എക്സ്പ്രഷനാക്കി മാറ്റുക, ഒരു നെഗേഷനും കൂടെ കൊടുക്കുക. ഡബിൾ നെഗേഷൻ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്ത ഡാറ്റ അതേ ഡാറ്റ ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഈക്വലൻ്റ് എക്സ്പ്രഷൻസ് ആർ സിംബോളിക് എക്സ്പ്രഷൻസ് ദാറ്റ് ഹാവ് ഐഡൻറ്റിക്കൽ ട്രൂത്ത് വാല്യൂ ഫോർ ഈച്ച് കറസ്പോണ്ടിങ് എൻട്രി ഇൻ എ ട്രൂത്ത് ടേബിൾ. അതായത് ഇത് ജസ്റ്റ് സിംബോളിക് എക്സ്പ്രഷൻസ് ആണ്. നമ്മൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ട്രൂത്ത് വാല്യൂസ് കൊണ്ടുവന്നാൽ അതിനെയാണ് നമ്മളെന്ത് പറയുക, ഈക്വലൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയുക. അതായത് നമ്മളെന്ത് ചെയ്തു, പിയും ട്രൂ കൊടുത്തു, അതിൻ്റെ റിസൾട്ടും ട്രൂ കിട്ടി. പി എഫ് കൊടുത്തു, അതിൻ്റെ റിസൾട്ട് എഫ് കൊടുത്തു. അതായത് ഒക്കെ ഐഡൻറ്റിക്കൽ ട്രൂത്ത് വാല്യൂസ് ആണ്. ഇത് ട്രൂ ടി ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ റിസൾട്ടും ടി ആണ്. ഇത് എഫ് ആണോ, അതിൻ്റെ റിസൾട്ടും എഫ് ആണ്. നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് എന്താ പറയുക, ഈക്വലൻ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയാം. ഹെൻസ് നെഗേഷൻ പി നോട്ട് ഈക്വൽ ടു പി. ദിസ് സിമ്പിൾ മീൻസ് ഈക്വലൻ്റ് ടു. അതായത് ഇത് മീൻ ചെയ്യുന്നത് ഈക്വലൻ്റ് ടു ആണ്. അപ്പോൾ നെഗേഷൻ, ഒരു പീന് ഡബിൾ നെഗേഷൻ ചെയ്താൽ എന്താ കിട്ടുക, ആ റിസൾട്ട് തന്നെ കിട്ടുക. അതാണ് ഇവിടെ നടന്നത്. അതിൻ്റെ പേരാണ് ഈക്വലൻ്റ് എക്സ്പ്രഷൻസ്. ചിലപ്പോൾ വൺ വേർഡിനൊക്കെ ചോദിക്കും. അപ്പോൾ ടി ആണ്, അതിന് നെഗേഷൻ എടുത്ത് എഫ് ആണ്. വീണ്ടും നെഗേഷൻ എടുത്തപ്പോൾ വീണ്ടും ടി ആയി. പിന്നെ എഫ് ഉള്ളത് നെഗേഷൻ എടുത്തപ്പോൾ ടി ആയി. പിന്നെ ഒന്നുകൂടി എടുത്തപ്പോൾ പിന്നെയും എഫ് ആയി. അതാണ് ഈക്വലൻ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ ഞാൻ പറഞ്ഞു, ബൂളിയൻ ആൾജിബ്രയിൽ നമുക്ക് കുറച്ച് ലോസ് നോക്കാണ്ട്, ജസ്റ്റ് എന്തൊക്കെയാണ് ലോസ് എന്ന് നോക്കണം. നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ഈ ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ലോജിക് ഗേറ്റ്സ്, ട്രൂത്ത് ടേബിൾ അവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെറ്റുകൾ പഠിച്ചപ്പോൾ, യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചപ്പോൾ അവിടെയും ഇതേ ലോസ്, ഇതേപോലെ ഈക്വലൻസി ചെക്ക് ചെയ്യുന്ന ലോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ, ദ നെഗേഷൻ ഓഫ് ദ കൺജക്ഷൻ പി ആൻഡ് ക്യൂ ഈസ് ഗിവൺ ബൈ നെഗേഷൻ, അതായത് നോട്ട് പി ആൻഡ് ക്യൂ ഈസ് ഈക്വലൻ ടു നോട്ട് പി ഓർ നോട്ട് ക്യൂ. അതായത് ഡിമോർഗൻസ് ലോ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നോട്ട് പി ആൻഡ് ക്യൂവും നോട്ട് പി ഓർ നോട്ട് ക്യൂവും ഈക്വലാണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ വേറെ രീതിയിൽ തെളിയിക്കുക എങ്ങനെ, ദ നെഗേഷൻ ഓഫ് ദ ഡിസ്റ്റിങ്ഷൻ പി ഓർ ക്യൂ ഈസ് ഗിവൺ ബൈ നോട്ട് പി ഓർ ക്യൂ ഈസ് ഈക്വലൻ ടു നോട്ട് പി ആൻഡ് നോട്ട് ക്യൂ. അതായത് തിരിച്ചു ആവും മറിച്ചു ആവും, രണ്ട് രീതിയിലും പോസിബിളാണ്. അതായത് ആൻഡ് ചെയ്തിട്ട് അതിൻ്റെ നെഗേഷൻ എടുക്കുന്നതും ഓരോന്നും നെഗേഷൻ എടുത്ത് അതിനെ ഓറ് ചെയ്യുന്നതും ഈക്വലൻ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനാണ് ഡിമോർഗൻസ് ലോ എന്ന് പറയുക. അതേപോലെ നമുക്ക് ഇങ്ങനെ തെളിയിക്കാം, എങ്ങനെ,
നോട്ട് പി ഓർ ക്യൂ അതേപോലെ തന്നെ നോട്ട് പി ആൻഡ് നോട്ട് ക്യൂവും ഈക്വലൻ്റാണ് എന്ന് ചെക്ക് ചെയ്യുക. രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ ഡി മോർഗൻസ് ലോ തെളിയിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രൂത്ത് ടേബിൾസിനെ കുറിച്ച് ബേസിക്കലി പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബൂളിയൻ ആൾജിബ്രേൻ്റെ എന്തുണ്ട് ലോസും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. കാരണം നിങ്ങളത് ബി സി ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ തന്നെ പഠിച്ചിട്ടുണ്ടാകും, ബി സി എ ഫസ്റ്റ് സെമ്മിൽ. അപ്പോൾ നമ്മളങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിലും ബേസിക്സ് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതും കൂടെ പറയാം. പിന്നെ ട്രൂത്ത് ടേബിൾസിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് പറയാനുള്ളത്. സോ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ വാച്ച് ചെയ്യുക, നോട്ട്സ് എഴുതിയെടുക്കുക, കൺസെപ്റ്റൊക്കെ ക്ലിയർ ചെയ്യുക കേട്ടോ. ദെൻ ഓക്കെ, താങ്ക് യു. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു.